എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയ അയലക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ട ചേരുവകളൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ 2 വലിയ അയിലയാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അത് 3 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് പച്ചക്കറികളാണ്. ചെറിയ ഉള്ളി 10 എണ്ണം ചതച്ചെടുത്തത്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇവിടെ വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, അത് 5 എണ്ണം ചതച്ചെടുത്തത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, 2 പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില, ഇടത്തരം ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഇതിലെ മസാലകളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതാണ് ഈ കറിയുടെ ടേസ്റ്റും ഫ്ലേവറും തിക്നെസ്സും ഒക്കെ കൂട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് 3 ടീസ്പൂൺ നിറയെ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ കറി അത്യാവശ്യം നല്ല എരിവുള്ള സ്പൈസി ആയിട്ടുള്ള കറിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂൺ ഇടക്ക് മല്ലിപ്പൊടി, ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഞാൻ എല്ലാം ഇട്ടതിന് ശേഷം മാത്രമാണ് ഫ്ലെയിം ഓണാക്കിയിട്ടുള്ളത്. കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ചെറുതായിട്ടൊരു പുകയൊക്കെ ഇങ്ങനെ വരും, നല്ലൊരു ഫ്ലേവറൊക്കെ വരും. ആ സമയത്ത് നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ തേങ്ങ തിരുമിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഓഫ് ചെയ്യുക. വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, തേങ്ങ വറന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതൊക്കെ ആയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. ഈ സമയത്ത് നല്ലൊരു സ്മെല്ല് ഇതിൻ്റെ അകത്തുനിന്ന് വരും കേട്ടോ. ഇനി തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ, ഞാൻ അരച്ചെടുത്തത് ഈ ഒരു രൂപത്തിൽ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മീൻകറിക്കൊക്കെ കുറച്ച് വെളിച്ചെണ്ണ വേണം കേട്ടോ, എന്നാലേ നല്ലൊരു രുചി കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, ഇഞ്ചി ഇട്ട് കൊടുക്കുക, പിന്നെ പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ടിട്ട് ഒന്ന് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നന്നായിട്ട് മൂത്ത് പോകുന്ന വരെ ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല മീൻകറിയിലേക്ക്. എന്നിട്ടെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ തക്കാളി സോഫ്റ്റായി കിട്ടിക്കോളും. അപ്പോൾ ഇതായി തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് സമയം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ തന്നെ നമ്മൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പുളിവെള്ളം, അതും 1 കപ്പ് ഉണ്ടായിരുന്നു. ഇതാദ്യം 1/2 കപ്പ്, 2 കപ്പായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 1/2 കപ്പിൻ്റെ കപ്പായതുകൊണ്ട് മൊത്തം 1 കപ്പ് ഉണ്ട്. അതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് അയിലയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സോഫ്റ്റായിട്ടൊന്ന് കയ്യിലുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് അത്യാവശ്യം കുറച്ച് സമയം തന്നെ മീൻ കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൽ ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ ഇടുക. ഇപ്പോൾ ഇതിൽ എണ്ണയൊക്കെ ഒന്നിങ്ങനെ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഈ സമയം വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നേരത്തെ മീൻകറി ഉണ്ടാക്കി വെക്കുക. പഴകും തോറും മീൻകറി ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.